ഹർമൺ ഓണാക്കിയിട്ട് ഓണാവുന്നില്ല. സ്വിച്ച് പ്രസ് ചെയ്ത് നോക്കി, അതിൻ്റെ റിമോട്ടും വെച്ച് നോക്കി, നോ രക്ഷ. ഇഗ്നിഷൻ കീ ഓണാക്കിയിട്ട് നോക്കിയിട്ടും അതിൽ ഒന്നും വരുന്നില്ല. അപ്പം എന്ത് കംപ്ലൈൻറ്റ് അറിയത്തില്ല. നമുക്കിതിൻ്റെ ഫ്യൂസ് എവിടെ ഇരിക്കുന്നത് കണ്ടുപിടിച്ച് ഫ്യൂസ് പോയിട്ടുണ്ടോ നോക്കാം. ഓണേഴ്സ് മാനിൽ നോക്കിയപ്പോഴത്തേക്കും ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഫ്യൂസ് വരുന്നത് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ അടിയിൽ സ്റ്റിയറിംഗ് കോളത്തിൻ്റെയൊക്കെ ഒരു ഭാഗത്തൊരു പാക്കിങ് വരുന്നുണ്ട്, അതിൻ്റെ ആണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൽ കാണുന്ന ഫ്യൂസ്. അപ്പം ഇതിൽ ഏതാണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഓണേഴ്സ് മാനിൽ അത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു പ്ലാസ്റ്റിക് ഇല്ലേ, അത് ഇളക്കിയെടുക്കുന്ന സമയത്ത് ഇവിടെ ഇതിൻ്റെ ബാക്കിൽ സ്റ്റിക്കർ ഉണ്ടായിരിക്കും. അപ്പോൾ സ്റ്റിക്കർ നോക്കിക്കഴിഞ്ഞാൽ F6 ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം 15 ആംസിൻ്റെ ഫ്യൂസ്. 15 ആംസിൻ്റെ ഫ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും, ഇതാകാണ് സാധ്യത. അപ്പം നമുക്കതൊന്ന് ഇളക്കി നോക്കാം. ഇപ്പോൾ 15 ആംസിൻ്റെ ഫ്യൂസ് ഞാൻ ഇളക്കിയെടുത്തു. അപ്പോൾ ഫ്യൂസ് പോയിട്ടൊന്നുമില്ല. അപ്പം ഫ്യൂസ് തിരിച്ചിട്ട് നോക്കാം. എനിക്ക് തോന്നുന്നത് ഫ്യൂസ് ഇളക്കേണ്ട ആവശ്യം വരില്ല. അപ്പം ഞാൻ ബാറ്ററിയിൽ നിന്ന് നെഗറ്റീവ് ഇളക്കിയിട്ടൊന്ന് റീകണക്ട് ചെയ്ത് ശരിയാകും, ഫ്യൂസ് പോയിട്ടില്ലെങ്കിൽ. അപ്പം ഞാൻ ജസ്റ്റ് അത് നോക്കിയില്ല. ഞാൻ ആദ്യം ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഫ്യൂസ് ആണ്, കാരണം ബാക്കി വണ്ടിയിൽ എല്ലാ കാര്യങ്ങളും വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫ്യൂസ് ഞാൻ നോക്കിപ്പോയത്. അപ്പം ഫ്യൂസിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഫ്യൂസ് തിരിച്ചൊന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം. ഇത് ഫ്യൂസ് തന്നെ ചിലപ്പോൾ ഓക്കെ ആവുമായിരിക്കും, എന്ന് നോക്കും. ഇപ്പോൾ ഫ്യൂസ് ഇളക്കിയ പോലെ തന്നെ തിരിച്ചങ്ങ് ഇട്ട് കൊടുക്കുക. ഓക്കെ, സിറ്റിംഗ് ആയി. അടുത്തുള്ള ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് സിറ്റിംഗ് ആയി. ഇനി നമുക്ക് ഹർമൺ വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഓണായി, വർക്കായി കേട്ടോ. അപ്പം ഫ്യൂസ് പോയിട്ടില്ല. എന്തോ എറർ പറ്റിയതാണ് സ്റ്റാർട്ടാക്കിയ സമയത്ത്, അല്ലെങ്കിൽ കീട്ട് തിരിച്ച സമയത്ത് എന്തോ. അപ്പം ഫ്യൂസ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ബാറ്ററി നെഗറ്റീവ് ഒന്ന് ഇളക്കി റീസെറ്റ് ചെയ്ത് നോക്കുക. അപ്പം ബാറ്ററി നെഗറ്റീവ് ഇളക്കി റീസെറ്റ് ചെയ്തിട്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് ഫ്യൂസ് നോക്കുക കേട്ടോ. അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ. ആർക്കെങ്കിലും നിനക്ക് പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സൈനിങ് ഓഫ്, ആകർഷ അശോക്.